സാമ്പത്തിക വിദഗ്ധനായ ശ്രീ TC മാത്യു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TC മാത്യു, വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഇതെങ്ങനെ ബാധിക്കും, മുരടിപ്പ് ഉണ്ടാകുമോ എന്നതൊക്കെ ആശങ്കയായിട്ടും ചർച്ചകളുമൊക്കെ ആയിട്ട് നിലനിൽക്കുന്നു. അങ്ങേക്ക് എങ്ങനെയാണ് ഈ അമേരിക്കയുടെ നിലപാട് തന്നെ? ഇപ്പോൾ നാളെ ട്രംപ് വേറെ എന്തെങ്കിലും പറയുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്, അതുകൊണ്ട് ഞങ്ങളിത് കുറയ്ക്കുന്നു എന്നൊക്കെ ട്രംപിൻ്റെ നിലവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശൈലി നോക്കിയാൽ അത് നമ്മൾ പ്രതീക്ഷിക്കണം. എങ്കിലും ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് ഇന്ത്യയെ ആദ്യം ബാധിക്കുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കയറ്റുമതിയുടെ 20% അമേരിക്കയിലേക്കാണ്. വേറൊരു 4-5% മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവർ റീപാക്ക് ചെയ്തോ മറ്റു രീതിയിൽ പരിഷ്കരിച്ചോ ഒക്കെ അങ്ങോട്ടും പോകുന്നു. അപ്പോൾ നമ്മുടെ കയറ്റുമതിയുടെ ഒരു 4 ഭാഗം വരുന്ന മേഖലയാണ് നമുക്ക് അപ്രാപ്യമാകാൻ പോകുന്നത്. 50% നികുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങൾക്കും അതിൻ്റെ ലാഭത്തിൻ്റെ ഇരട്ടിയിലേറെയാവും. ലാഭം ഒരു 20%, 25% ഒക്കെ ആയിട്ടായിരിക്കും ഒരുപക്ഷെ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ 50% നികുതി അല്ലെങ്കിൽ ചുങ്കം കൊടുത്തിട്ട് അത് അന്യരാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പല മേഖലകളിലും, ഇപ്പോൾ സമുദ്രോൽപ്പന്നങ്ങൾ മുതൽ കശുവണ്ടി മുതൽ ഇലക്ട്രോണിക് ഗുഡ്സ്, സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നത്, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഏതാനും ആഴ്ചകൾക്കകം അതിൻ്റെ നികുതി നിരക്ക് തീരുമാനിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോണിന് 0% ഉള്ളൂ. അത് സ്മാർട്ട് ഫോണിൻ്റെ നികുതി നിരക്കുകൾ അടുത്ത ആഴ്ചകൾക്കുള്ളിൽ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ തീരുമാനിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ നികുതി ഇല്ലാതിരുന്ന ഔഷധങ്ങൾക്ക് 250% വരെ നികുതി ചുമത്തുമെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ നികുതി 2 മാസത്തിനുള്ളിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നികുതി ഇല്ല എങ്കിൽ പോലും ഇന്ത്യയുടെ കയറ്റുമതിയിലെ നിർണായക വലിപ്പമുള്ള സംഗതികളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ മേഖലകളിൽ 50%, 61%, 63% ഒക്കെ ആയിട്ട് നമ്മുടെ നികുതി നിരക്ക് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കയറ്റുമതി പ്രായോഗികമല്ല. ഇപ്പോൾ സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, സമുദ്രോൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അയക്കാൻ ഇന്ത്യ മാത്രമല്ല ഉള്ളത്. വിയറ്റ്നാം ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അവിടെ ദക്ഷിണാമേരിക്കയിലെ നിരവധി രാജ്യങ്ങൾ, ഇക്വഡോർ, ബ്രസീൽ, അർജന്റീന തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ അവിടേക്ക് ഇത് അയക്കാനുണ്ട്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ 10%, 15% നികുതി നിരക്കിൽ അവിടെ എത്തും. നമ്മുടേത് 54% നികുതി നിരക്കോട് കൂടിയാണ് അവിടെ എത്താൻ പോകുന്നത്. അപ്പോൾ 54% കൊടുത്ത് കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ തന്നെ വാങ്ങി ഉപയോഗിക്കണമെന്ന് അമേരിക്കക്കാരന് നിർബന്ധം ഉണ്ടാവില്ല. അവർ ഇക്വഡോറിൽ നിന്ന് കിട്ടുന്നതോ ചിലിയിൽ നിന്ന് കിട്ടുന്നതോ ഒക്കെ ആയ ചെമ്മീനും കൂന്തലും കണവയും എല്ലാം അവരുപയോഗിക്കും. അപ്പോൾ അതേ സാഹചര്യം തന്നെയാണ് രത്നങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും കാര്യത്തിൽ. രത്നങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഗുജറാത്തിലൊക്കെയാണ് അതിൻ്റെ പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങൾ. നേരത്തെ കേരളത്തിലുമൊക്കെ രത്നങ്ങളുടെ പോളിഷിങ് വലുതായിട്ട് നടന്നിരുന്നു. അതിപ്പോൾ അധികം ഇല്ല. അത് ഗുജറാത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അത് UAE-യിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ നിന്നുള്ള ഉൽപ്പന്നങ്ങളാവും ഇനി അമേരിക്കയിലെത്തുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 52% നികുതി കൊടുക്കണം. UAE-യിൽ നിന്നാകുമ്പോൾ 15% നികുതി മതി. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കയറ്റുമതിക്ക് എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് വരും. നമ്മുടെ കയറ്റുമതിയുടെ ഏതാണ്ട് 4 വരുന്ന ഒരു ഭാഗത്തേക്കുള്ള കയറ്റുമതിയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മുടെ തന്നെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കണമെന്ന് വാശി പിടിക്കുവാൻ മാത്രമുള്ള ഉൽപ്പന്നങ്ങൾ കുറവുമാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് മുതൽ സമുദ്രോൽപ്പന്നങ്ങൾ വരെയുള്ള മേഖലകളിൽ മത്സരത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അത് ലക്ഷക്കണക്കിന് തൊഴിലുകളെയാണ് നേരിട്ട് ബാധിക്കുക. ശരിയാണ്, അങ്ങ് പറഞ്ഞ പോലെ ഗുരുതരമായ സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ എങ്ങനെയാണ് അതിനെ മറികടക്കുക എന്ന് തന്നെയാണ് രാജ്യം പരിശോധിക്കുന്നത്.